വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായി കരുതുന്ന മഹാസരസ്വതിക്ക് ഒരു ക്ഷേത്രം പോലും ഇല്ല എന്ന കാര്യത്തിൽ അദ്വൈത സിദ്ധാന്തത്തിന്റെ മുഖ്യ ഉപയോക്താവായിരുന്ന ആദിശങ്കരാചാര്യർ ഒരുപാട് ദുഃഖിച്ചിരുന്നു. ദേവപ്രീതിക്കായി മൈസൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി തപസ്സിരുന്നു. ഏറെക്കാലത്തെ കഠിന തപസ്സിന് ഒടുവിൽ അദ്ദേഹത്തിനു മുൻപിൽ പ്രത്യക്ഷയായ മഹാസരസ്വതിയോട് അദ്ദേഹം തന്റെ ആഗ്രഹം ഉണർത്തിച്ചു. തന്റെ വാസസ്ഥലമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം വിട്ടുപോകുവാൻ ഭഗവതി ആദ്യം വിസമ്മതിച്ചു. എങ്കിലും ഭക്തനായ ശങ്കരാചാര്യരുടെ ആഗ്രഹത്തിനൊടുവിൽ ഭഗവതി പ്രസാദിച്ചു. പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്നും അപ്പോൾ താൻ അപ്രത്യക്ഷയാകുമെന്നുമുള്ള ഒരു നിബന്ധനയും ഭഗവതി അദ്ദേഹത്തിന് മുൻപിൽ വെച്ചു. ഈ നിബന്ധന അനുസരിച്ച് ഭഗവതി ശങ്കരാചാര്യരെ അനുഗമിച്ചു. യാത്രാവേളയിൽ കൊല്ലൂർ എന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദേവിയുടെ കാലൊച്ച കേൾക്കാതെയായി. നിബന്ധന മറന്ന് ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭഗവതി അവിടെ കൂടിയിരുന്നതായി കണ്ടു. ആ സ്ഥലമാണ് പിന്നീട് പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമായി അറിയപ്പെട്ടത്. ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി. ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് തനിക്ക് വരുവാൻ കഴിയില്ലെന്നും കൊല്ലൂർ മൂകാംബികയിൽ തന്നെ കുടികൊള്ളുകയാണെന്നും അറിയിച്ചു. എന്നാൽ നിർബന്ധമാണെങ്കിൽ ശങ്കരന്റെ നാട്ടിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ തന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അവിടെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞേ കൊല്ലൂരിലേക്ക് മടങ്ങുകയുള്ളൂവെന്നും ഭഗവതി അനുഗ്രഹിച്ചു. ചോറ്റാനിക്കരയിലെത്തി തന്നെ ദർശിക്കുന്ന ഭക്തർക്ക് അഭീഷ്ടസിദ്ധി ഉണ്ടാകുമെന്നും ഭഗവതി അനുഗ്രഹിച്ചു. ഈ ഒരു ഐതിഹ്യത്തിന് ബലമായി തന്നെ ഇന്നും കൊല്ലൂർ മൂകാംബിക ദേവീക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. അങ്ങനെ ശങ്കരാചാര്യർ മൂകാംബികയുടെ ജ്യോതി ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്ന സ്ഥലപ്പേര് വന്നു. പിന്നീട് അത് ലോപിച്ചാണ് ചോറ്റാനിക്കരയായി മാറിയത് എന്നും കരുതപ്പെടുന്നു. ക്ഷേത്ര സ്ഥാപനം. ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം കൊടും കാടായിരുന്നു. ആദിവാസികളായ മലയരയന്മാർ അവിടെ സ്ഥിരതാമസം ഉറപ്പിച്ചിരുന്നു. മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികൾ പറിച്ചും ജീവിതവൃത്തി കഴിച്ചിരുന്ന അവർ തങ്ങളുടെ രീതിയിൽ പരാശക്തിയെ ആരാധിച്ചിരുന്നു. ഈ കഥ നടക്കുന്ന കാലത്ത് അവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാളുണ്ടായിരുന്നു. അതിദുഷ്ടനും ക്രൂരനുമായിരുന്ന കണ്ണപ്പന്റെ വിനോദം അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതായിരുന്നു. അതുകൂടാതെ അവയിൽ ഏറ്റവും ലക്ഷണമൊത്ത ഒന്നിനെ അയാൾ കാളിക്ക് ബലി കൊടുക്കുകയും ചെയ്യും. അതിന്റെ മാംസം അനുചരന്മാർക്ക് വീതിക്കുകയും ചെയ്യുമായിരുന്നു. കഥ നടക്കുന്ന കാലമായപ്പോഴേക്കും കണ്ണപ്പന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞിരുന്നു. അയാൾക്ക് അപ്പോൾ സ്വന്തമെന്ന് പറയാൻ ഒരു മകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവളെ അയാൾ വളരെയധികം സ്നേഹിച്ചിരുന്നു. തന്റെ അച്ഛൻ നടത്തുന്ന മൃഗബലി മനസ്സുകൊണ്ട് എതിർത്തിരുന്നുവെങ്കിലും ഉഗ്രപ്രതാപിയായിരുന്ന അച്ഛനോട് അതിനെപ്പറ്റി സംസാരിക്കാൻ ആ കുട്ടിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇവരുടെ കുടിലിലേക്ക് ഒരു പശു കടന്നു വന്നു. അതീവ തേജസ്സുള്ള ആ ഒരു പശുവിനെ കണ്ടതും കണ്ണപ്പന്റെ മകൾ അതിനെ സ്വന്തമായി വളർത്തുവാൻ തുടങ്ങി. തന്റെ പതിവ് തെറ്റിച്ച് കണ്ണപ്പനും അതിനോട് സ്നേഹം കാണിച്ചു തുടങ്ങി. ഈ ഒരു സംഭവം കണ്ണപ്പന്റെ അനുചരന്മാരെ ഞെട്ടിച്ചു കളഞ്ഞു. എന്നാൽ അവർക്കും ഒന്നും പറയാനായിരുന്നില്ല. അങ്ങനെ കാലം കുറച്ച് കടന്നുപോയപ്പോൾ കണ്ണപ്പന് നാട്ടിൽ പശുക്കളെ കിട്ടാതായി തുടങ്ങി. ഗത്യന്തരമില്ലാതെ അയാൾ തന്റെ മകൾ വളർത്തുന്ന പശുവിനെ തന്നെ ബലി കൊടുക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ഈ ഒരു സംഭവം അറിഞ്ഞ മകൾ ഓടിവന്ന് പശുവിനെ ബലി കൊടുക്കരുത് എന്നും പകരം തന്നെ ബലി കൊടുത്താൽ മതിയെന്നും പറയുകയുണ്ടായി. ആർത്തലച്ചു വന്ന മകളുടെ വാക്കുകൾ കണ്ണപ്പനെ മാറ്റി ചിന്തിപ്പിക്കുകയും അയാൾ അതോടെ മൃഗബലി നിർത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. തുടർന്നുള്ള കാലം അയാൾ കായ്കനികൾ തേടലും പശുവിനെ വളർത്തലുമായി സമയം ചെലവഴിച്ചു. പക്ഷേ പൂർവകർമ്മത്തിന്റെ ഫലം എന്നോണം ഒരു ദിവസം അയാളുടെ മകൾ അകാലചർമ്മം പ്രാപിച്ചു. ഈ ഒരു സംഭവം അയാളെ ഏറെ വേദനിപ്പിച്ചിരുന്നു. എങ്കിലും മകളുടെ പശുവിനെ വളർത്തി ശിഷ്ടകാലം ചെലവഴിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കണ്ണപ്പൻ അതിവിചിത്രമായ ഒരു സ്വപ്നം കാണുവാനിടയായി. തന്റെ തൊഴുത്തിൽ പശു ഒരു കല്ലായി കിടക്കുന്നു. അടുത്തു തന്നെ മറ്റൊരു കല്ലുമുണ്ട്. അവയ്ക്കടുത്തായി ഒരു ദിവ്യ സന്യാസി നാമജപങ്ങളോടെ നിൽക്കുന്നു. ഇത്രയുമായിരുന്നു ആ ഒരു സ്വപ്നം. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം വന്നു നോക്കുമ്പോൾ തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി മാറിയതായി കണ്ടു.
കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ കണ്ണപ്പൻ ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവിടെ വന്ന ഒരു ദിവ്യ സന്യാസി കണ്ണപ്പനോട് ഇപ്രകാരം പറഞ്ഞു: കണ്ണപ്പ, നീ ഒരു പുണ്യ പുരുഷനാണ്. സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ഇത്രയും കാലം നിന്നോടൊപ്പം പശുവായി ജീവിച്ചു പോന്നത്. അടുത്ത് മറ്റൊരു ശില നോക്കൂ, അത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നിത്യവും നീ ഇവിടെ ആരാധന നടത്തുക. കാലാന്തരത്തിൽ ഇവിടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരും. അന്ന് നിന്റെ ഈ ജന്മത്തിലെ പുണ്യം കാരണം വീണ്ടും ഇവിടെ വരുവാനിടയാകും. ഇത്രയും പറഞ്ഞ ശേഷം ആ ദിവ്യ സന്യാസി അപ്രത്യക്ഷനായി. അദ്ദേഹം വേദവ്യാസ മഹർഷിയുടെ പിതാവും ഹോരശാസ്ത്രത്തിന്റെ പിതാവുമായ പരാശര മഹർഷിയാണെന്ന് വിശ്വസിച്ചു വരുന്നു. വിവരം മനസ്സിലാക്കിയ കണ്ണപ്പൻ അനുചരന്മാർക്കൊപ്പം തൊഴുത്ത് വൃത്തിയാക്കുകയും ആരാധന തുടങ്ങുകയും ചെയ്തു. തുടർന്നുള്ള കാലം മുഴുവൻ അവർ ഭക്തിയോടെ പൂജകൾ നടത്തിപ്പോന്നു. ഒടുവിൽ അവരുടെ ഭക്തിയിൽ സംപ്രീതരായ ലക്ഷ്മി നാരായണന്മാർ അവർക്ക് ദർശനം നൽകുകയും കാലാന്തരത്തിൽ അവിടെ തങ്ങളുടെ ഒരു മഹാക്ഷേത്രം ഉയർന്നു വരുമെന്ന് അരുളി ചെയ്യുകയും ചെയ്തു. കാലം കുറെ കടന്നുപോയി. അതിനിടയിൽ കണ്ണപ്പനും അനുചരന്മാരും കാലയവനികയ്ക്കുള്ളിൽ മറിഞ്ഞു. അവർ പൂജിച്ചിരുന്ന ലക്ഷ്മി നാരായണ ചൈതന്യം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കാട് പിടിച്ചു കിടന്നു. അടുത്തുള്ള ഗ്രാമങ്ങളിൽ പുതിയ മനുഷ്യർ താമസമാക്കുകയും അവർ പുതിയ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയെടുക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവിടെ പുല്ലുചെത്തനായി കുറച്ച് പുലയ സ്ത്രീകൾ വന്നു. അവരുടെ സംഘത്തിലെ ഒരുവൾ തന്റെ അരിവാളിന് മൂർച്ച കൂട്ടുവാനായി അടുത്തുള്ള കല്ലിൽ ഉരച്ചു നോക്കിയപ്പോൾ അവിടെ രക്തപ്രവാഹമുണ്ടായി. ഈ കാഴ്ച കണ്ട് അവൾ ഭയന്ന് നിലവിളിച്ചു. ഉടനെ തന്നെ സംഘത്തിലെ മറ്റുള്ളവർ അവിടുത്തെ നാട്ടുപ്രമാണിയെയും കൂട്ടി വന്നു. എടാട്ട് നമ്പൂതിരിയെ വിവരമറിയിച്ചു. ഒരു ജ്യോത്സ്യൻ കൂടിയായിരുന്ന എടാട്ട് നമ്പൂതിരി പ്രശ്നം വെച്ചപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണപ്പൻ പൂജിച്ചിരുന്ന അതേ ലക്ഷ്മി നാരായണ വിഗ്രഹങ്ങൾ തന്നെയാണ് ഇവയെന്ന് കണ്ടെത്തി. നമ്പൂതിരി ഉടനെ തന്നെ ചിരട്ടയിൽ നിവേദ്യം സമർപ്പിച്ചു. ഇതുമൂലം രാവിലത്തെ നിവേദ്യം ചിരട്ടയിലാണ് നൽകുന്നത്. അങ്ങനെ പഞ്ചപ്രകാരങ്ങളോട് കൂടിയ ഒരു മഹാക്ഷേത്രം അവിടെ ഉയർന്നു വന്നു. 9 ഇല്ലക്കാർ അത് സംയുക്തമായി അതിന്റെ നടത്തിപ്പും ഏറ്റെടുത്തു. എടാട്ട് നമ്പൂതിരിയായിരുന്നു ശാന്തിക്കാരൻ. ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. ഇന്ന് ചോറ്റാനിക്കരയമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിരുന്നു കണ്ണപ്പന്റെ കുടിൽ നിന്നിരുന്ന സ്ഥലം. കണ്ണപ്പന്റെ തൊഴുത്ത് നിന്നിരുന്ന സ്ഥലമാണ് നാലമ്പലത്തിന് പുറത്ത് തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പവിഴമല്ലിത്തറ. ആദ്യമായി ദേവി കുടികൊണ്ട ഭാഗമായതിനാൽ ഇവിടം ഇന്നും ശ്രീമൂലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവിടെ കുടികൊണ്ട വിഗ്രഹങ്ങൾ കാലാന്തരത്തിൽ വടക്കോട്ട് മാറുകയായിരുന്നു എന്നാണ് കഥ. കണ്ണപ്പന്റെ ഗുരുതിത്തറയായിരുന്നു ഇന്നത്തെ കീഴ്ക്കാവ് ക്ഷേത്രം. ഇവിടെ ഗുരുതി പൂജ നടത്തുന്നത് ഈ ഒരു സങ്കല്പം കൂടി വെച്ചിട്ടാണ്. ഭഗവതി വധിച്ച യക്ഷിയും രണ്ടാം അഭിഷേകവും. ചോറ്റാനിക്കരയ്ക്ക് അടുത്തുള്ള കണ്ടാരപ്പള്ളി ഇല്ലത്തെ കാരണവരായിരുന്നു ഗുപ്തൻ നമ്പൂതിരി. വേദ പണ്ഡിതനും മഹാമാന്ത്രികനും ഒക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹം കടുത്ത സ്ത്രീലമ്പടനായിരുന്നു. ഒരു കഥകളി ഭ്രാന്തൻ കൂടിയായിരുന്ന ഗുപ്തൻ നമ്പൂതിരി ഒരു ദിവസം വൈകിട്ട് അടുത്തുള്ള തൃപ്പൂണിത്തുറയിൽ കഥകളി കാണുവാൻ പോവുകയായിരുന്നു. അന്ന് ഇന്നത്തെ പോലെ റോഡുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത്യന്തം ദുർഘടം പിടിച്ച വഴികളിലൂടെയാണ് പോകേണ്ടിയിരുന്നത്. അതിനാൽ ചൂട്ട് കത്തിച്ചാണ് അദ്ദേഹം പുറപ്പെട്ടത്. പോകുന്ന വഴിയിൽ ഗുരുനാഥനായ കോശാപ്പിള്ളി നമ്പൂതിരിപ്പാടിനെ കണ്ട് ദേവി മഹാത്മ്യം കൊടുക്കാനും ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് തിരക്കിട്ട് പുറപ്പെടേണ്ടി വന്നു. അന്ന് പൗർണമി കൂടിയായിരുന്നു. നടന്ന് ക്ഷീണം തോന്നിയ അദ്ദേഹം ഒരു പാലമരം കണ്ടപ്പോൾ അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കുവാനും വെറ്റില മുറുക്കുവാനും തീരുമാനിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ പാലപ്പൂവിന്റെ മണം ഒഴുകി വരുവാൻ തുടങ്ങി. തൊട്ടു പിന്നാലെ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിന് മുന്നിൽ വന്നു നിൽക്കുന്നതായി തോന്നി. മുമ്പിൽ വന്ന സ്ത്രീ താൻ വൈന്തലക്കോട്ട് വാര്യത്തെ കാമാക്ഷി വാര്യസാരാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. പിന്നീട് ഇരുവരും ഒന്നിച്ച് പല വർത്തമാനങ്ങളും പറഞ്ഞ് ഒരുപാട് ദൂരം നടന്നു. അങ്ങനെ ഗുപ്തൻ നമ്പൂതിരിയും കാമാക്ഷി വാരസ്യരും നടന്ന് കോശാപ്പിള്ളി മനയുടെ മുന്നിലെത്തി. മഹാമാന്ത്രികനായ കോശാപ്പിള്ളി ശിഷ്യന്റെ വരവും കാത്ത് പൂമുഖത്ത് ഉണ്ടായിരുന്നു. ഗുപ്തൻ നമ്പൂതിരി ഉടനെ തന്നെ അകത്തുപോയി ഗുരുനാഥനെ വണങ്ങി. കൈവശമുണ്ടായിരുന്ന ദേവീ മഹാത്മ്യം അദ്ദേഹത്തിന് നൽകി. ഗ്രന്ഥം കൊടുത്തതിന് പിന്നാലെ കോശാപ്പിള്ളി നമ്പൂതിരി ശിഷ്യനോട് ഒരു കാര്യം പറഞ്ഞു. വാരസ്യാരുടെ വേഷത്തിൽ കൂടെ വന്നിരിക്കുന്നത് ഒരു യക്ഷിയാണ്.
ദേവി മഹാത്മ്യ ഗ്രന്ഥം കൈവശം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇത്രയും നേരം യക്ഷിയുടെ ഉപദ്രവം തനിക്ക് ഇല്ലാതിരുന്നത്. തുടർന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ ഭീകരരൂപത്തിൽ യക്ഷി മുന്നിൽ നിൽക്കുന്നത് ഗുപ്തൻ നമ്പൂതിരി കാണുവാനും ഇടയായി. ഏറെ ഭയപ്പെട്ട അദ്ദേഹം ഗുരുവിന്റെ കാലിൽ വീണ് കരഞ്ഞു. കോശാപ്പിള്ളി നമ്പൂതിരി തന്റെ കൈവശമുണ്ടായിരുന്ന 12 മാന്ത്രിക കല്ലുകൾ ശിഷ്യന് നൽകി. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇനി സാക്ഷാൽ ചോറ്റാനിക്കരയമ്മയ്ക്ക് മാത്രമേ നിന്നെ രക്ഷിക്കാനാകൂ. നേരെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക. കഥകളി കാണാൻ പോകണ്ട. അതിന് ശ്രമിച്ചാൽ യക്ഷി നിന്നെ കൊല്ലും. യക്ഷി അടുത്തെത്തുമ്പോൾ ഈ കല്ലുകൾ എടുത്ത് പുറകിലേക്ക് എറിയുക. തുടർന്ന് ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് ഓടുവാൻ തുടങ്ങി. പിന്നാലെ യക്ഷിയുമുണ്ട്. കല്ലുകൾ 12 ചോറ്റാനിക്കര എത്തും മുമ്പേ തീർന്നു. യക്ഷി തന്നെ വധിക്കുമെന്ന് തോന്നിച്ച ഗുപ്തൻ നമ്പൂതിരി ഉടനെ വഴിയിൽ കണ്ട മറ്റൊരു മാന്ത്രികനായ പള്ളിപ്പുറത്ത് നമ്പൂതിരിയോട് കാര്യം പറഞ്ഞു. മനസ്സലിഞ്ഞ പള്ളിപ്പുറത്ത് നമ്പൂതിരി തന്റെ കയ്യിലുള്ള വിഴുപ്പ് തോർത്ത് ഗുപ്തൻ നമ്പൂതിരിക്ക് നൽകി. ഓട്ടം തുടർന്നു. അധികം കഴിയും മുമ്പേ ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കര ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലെത്തി. അപ്പോൾ സമയം 7:30 വെളുപ്പ് കഴിഞ്ഞിരുന്നതിനാൽ ക്ഷേത്രനട തുറന്നിരുന്നു. കൈവശമുണ്ടായിരുന്ന വിഴുപ്പ് തോർത്ത് പുറത്തേക്കെറിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കടക്കാൻ നോക്കിയ ഗുപ്തൻ നമ്പൂതിരിയെ യക്ഷി പിടിച്ചു വലിക്കുവാൻ ശ്രമിച്ചു. അപ്പോൾ ശ്രീലകത്തു നിന്നും ചോറ്റാനിക്കരയമ്മ ഭദ്രകാളി രൂപത്തിൽ ഇറങ്ങി വന്ന് തന്റെ പള്ളിവാളെടുത്ത് യക്ഷിയുടെ തലവെട്ടി തെക്കേ കുളത്തിലേക്ക് എറിഞ്ഞു. ആ കുളം ഇന്നും രക്തക്കുളം എന്നറിയപ്പെടുന്നു. ദേവിയുടെ ഉടയാടയിൽ ചോരപ്പാടുകൾ കണ്ട അന്നത്തെ മേൽശാന്തി അയനിക്കാട്ട് നരസിംഹൻ നമ്പൂതിരി ഉടയാട മാറ്റി വീണ്ടും അഭിഷേകം നടത്തി. ഇതിന്റെ സ്മരണയ്ക്ക് ഇന്നും ചോറ്റാനിക്കരയിൽ രാവിലെ അഭിഷേകവും നിവേദ്യവും കഴിഞ്ഞ് വീണ്ടും അഭിഷേകം നടത്തുന്നു. ദേവിയുടെ കൈകൊണ്ട് മോക്ഷം കിട്ടിയ യക്ഷിയെ അടുത്തുള്ള കണയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുത്തി. വില്ലുമംഗലം സ്വാമിയാരും മകം തൊഴലും കീഴ്ക്കാവിലമ്മയും. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസം നടക്കുന്ന മകം തൊഴൽ. ഈ ചടങ്ങ് തുടങ്ങാൻ കാരണമായ ഒരു കഥയുണ്ട്. ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിന്റെ കിഴക്കുഭാഗത്ത് കാഴ്ചയിൽ കാണപ്പെടുന്ന കീഴ്ക്കാവ് ക്ഷേത്രത്തിന്റെ ഉദ്ഭവത്തിനും കാരണം. അതിങ്ങനെയാണ്. ഒരിക്കൽ പരമഭാഗവതനായ വില്ലുമംഗലം സ്വാമിയാർ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ മഹാത്മ്യം കേട്ടറിഞ്ഞ് ഇവിടെ വരാനിടയായി. കുംഭമാസത്തിൽ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമാണ് അദ്ദേഹം ചോറ്റാനിക്കരയിലെത്തിയത്. ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ കുളിക്കുവാനിറങ്ങിയ സമയത്ത് കാലിൽ എന്തോ തടയുന്നതായി തോന്നി. തുടർന്ന് അദ്ദേഹം എടുത്തു നോക്കിയപ്പോൾ അതൊരു കാളി വിഗ്രഹമാണെന്ന് മനസ്സിലായി. അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി വിഗ്രഹം കുളത്തിന്റെ കിഴക്കേ കരയിൽ പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം പിറവിയെടുക്കുന്നത്. ഐതിഹ്യമനുസരിച്ച് വില്ലുമംഗലം സ്വാമിയാർ കണ്ണപ്പന്റെ പുനർജന്മമാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ കണ്ണപ്പന്റെ അനുചരന്മാരും. മുൻജന്മത്തിലെ പുണ്യമാണത്രേ അവരെ ഇവിടെ എത്തിച്ചത്. തുടർന്ന് മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ്. സാക്ഷാൽ ആദിപരാശക്തിയായ ചോറ്റാനിക്കരയമ്മ ശ്രീനാരായണ സമേതയായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. സ്വാമിയാർ ദേവീപാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഈ സംഭവം ഉണ്ടായത് കുംഭമാസത്തിൽ മകം നാളിൽ ഉച്ചതിരിഞ്ഞ് 2 മണിക്കാണ്. ഈ സമയത്താണ് ഇന്നും മകം തൊഴൽ നടക്കുന്നത്. ആഗ്രഹ സാഫല്യത്തിനായുള്ള വഴിപാടായാണ് ഭക്തർ മകം തൊഴൽ നടത്തുന്നത്. മകം തൊഴലിന്റെ പിറ്റേ ദിവസം വരുന്ന പൂരം തൊഴലും പ്രധാനമാണ്. മകം തൊഴൽ സ്ത്രീകൾക്കും പൂരം തൊഴൽ പുരുഷന്മാർക്കും അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു. ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് ഈ 2 ദിവസങ്ങളിലായി ചോറ്റാനിക്കര എത്തിച്ചേരുന്നത്. ചോറ്റാനിക്കരയിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി: എറണാകുളം നഗരഹൃദയത്തിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരത്തായാണ് ചോറ്റാനിക്കര ക്ഷേത്രം. കൊച്ചി നഗരപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിക്കും. കൊച്ചി നഗരത്തിൽ നിന്നും ധാരാളം ബസ്സുകൾ ഇവിടേക്ക് സർവീസ് നടത്താറുണ്ട്. വൈറ്റിലയിൽ നിന്നും 11 കിലോമീറ്റർ ദൂരത്തിലും ജില്ലാ ആസ്ഥാനമായ കാക്കനാട് നിന്ന് 12 കിലോമീറ്റർ അകലെയും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തൃപ്പൂണിത്തറ മെട്രോ സ്റ്റേഷൻ ആണ് അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ചോറ്റാനിക്കർ റോഡ്, കുരീക്കാട്. ഇവിടെ കോട്ടയം വഴിയുള്ള പാസഞ്ചർ ട്രെയിനുകൾ മാത്രമേ നിർത്താറുള്ളൂ.
ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം നെടുമ്പാശ്ശേരിയിലുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അടുത്തുള്ള മറ്റ് പ്രധാന ക്ഷേത്രങ്ങൾ: തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശി ക്ഷേത്രം, എറണാകുളം ശിവക്ഷേത്രം, തിരുവൈരാണിക്കുളം മഹാശിവക്ഷേത്രം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ചോറ്റാനിക്കരയിലേക്ക് ഏകദേശം 46 കിലോമീറ്റർ ആണ്. ഗുരുവായൂരിൽ നിന്നും ചോറ്റാനിക്കരയിലേക്ക് 94 കിലോമീറ്റർ ഉണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർ ധാരാളമായി ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര.